നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ US ഇടപെടില്ലെന്ന് വ്യക്തമാക്കി വൈസ് പ്രസിഡന്റ് JD വാൻസ്. രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അടിസ്ഥാനപരമായി തങ്ങൾക്ക് കാര്യമില്ലെന്നാണ് വാൻസിന്റെ നിലപാട്. സംഘർഷം ലഘൂകരിക്കാൻ US ശ്രമിക്കുമെന്നും എന്നാൽ ഇരുപക്ഷത്തെയും ആയുധം താഴ്വെക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ലെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ US വൈസ് പ്രസിഡന്റ് അറിയിച്ചു. കുറച്ചുകൂടി സംഘർഷത്തിന് തീവ്രത കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. പക്ഷേ അടിസ്ഥാനപരമായി ഞങ്ങളുടെ കാര്യമല്ലാത്തതും അമേരിക്കയുടെ നിയന്ത്രണശേഷിയുമായി യാതൊരു ബന്ധമില്ലാത്തതുമായ ഒരു യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല, വാൻസ് അഭിമുഖത്തിനിടെ പറഞ്ഞു. ഇരുപക്ഷത്തെയും ആയുധം താഴ്വെക്കാൻ US നിർബന്ധിക്കാൻ കഴിയാത്തതിനാൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ US മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്ന് വാൻസ് വ്യക്തമാക്കി. വിദേശ സംഘർഷങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്ന് US പിന്മാറണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയവുമായി പൊരുത്തപ്പെടുന്ന പരാമർശങ്ങളാണ് വാൻസും നടത്തിയിരിക്കുന്നത്. റഷ്യ യുക്രൈൻ വിഷയത്തിലും സമാനമായ നിലപാടാണ് US സ്വീകരിച്ചത്. ഇരുപക്ഷത്തെയും നേരിട്ട് ചർച്ചകൾക്ക് പ്രേരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാനുള്ള ശ്രമത്തിൽ നിന്ന് US പിന്മാറാൻ തയ്യാറാണെന്ന് ട്രംപും വാൻസും മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഫോണിൽ സംസാരിച്ചിരുന്നു. സംഘർഷം രൂക്ഷമാകാനുള്ള ഏതൊരു ശ്രമവും ശക്തമായി ചെറുക്കുമെന്നാണ് ആശയവിനിമയത്തിന് ശേഷം ജയശങ്കർ പ്രതികരിച്ചത്. സംഘർഷങ്ങളുടെ തീവ്രത കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോടും മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നു. ഭീകര ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഷഹബാസ് ഷെരീഫുമായുള്ള ഫോൺ സംഭാഷണത്തിൽ റൂബിയോ ആവർത്തിച്ചതായിട്ടാണ് AFP റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ആ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിൽ പ്രത്യാക്രമണം നടത്തിയതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ 12-ലധികം നഗരങ്ങളും കറാച്ചി തുറമുഖവും ഇന്ത്യയുടെ വ്യോമ നാവികസേനകൾ ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടത്തിന് ശേഷം സംയമനം പാലിച്ച ഇന്ത്യക്ക് നേരെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകിയത്. തലസ്ഥാനമായ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി, പെഷാവർ, സിയാൽകോട്ട് തുടങ്ങി 12 ഇടങ്ങളിൽ ഇന്ത്യ കനത്ത ആക്രമണം തുടരുകയാണ്. പുലർച്ചെ ജമ്മുവിൽ പാക് പ്രകോപനത്തെ തുടർന്ന് തുടർച്ചയായി അപായ സൈറൺ മുഴങ്ങിയതിന് പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു. ഉറിയിൽ പാക് വെടിവെപ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെന്നും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റെന്നും റിപ്പോർട്ടുകളുണ്ട്. വിദേശകാര്യ മന്ത്രാലയം രാവിലെ വാർത്താ സമ്മേളനം നടത്തും. ഇതിനിടെ ഇന്ത്യ ആക്രമണം കടുപ്പിച്ചതോടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റി. ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വസതിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിക്ക് അടുത്തായി നിരവധി സ്ഫോടനങ്ങൾ നടന്നതായിട്ടാണ് വിവരം. ഷെരീഫിന്റെ വസതിയുടെ 20 കിലോമീറ്റർ അകലെ വലിയ സ്ഫോടനം നടന്നിരുന്നു. പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS വിക്രാന്ത് ആക്രമണം നടത്തിയെന്നാണ് സൂചന. ഇതിനിടെ പാകിസ്ഥാനിൽ സൈനിക മേധാവി അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് വിവരം. വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷയെ കുരുതി കൊടുത്തുവെന്നാണ് പാകിസ്ഥാനിൽ വിമർശനമുയർന്നത്. ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാർ നീക്കം. അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്.